സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷനാണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് എന്ന്? ഐക്യരാഷ്ട്രസഭ UN നിലവിൽ വന്നത് എന്ന്? 1945 ഒക്ടോബർ 24 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. 1945 ഒക്ടോബർ 24. മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷം? മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷം 1847 ആണ്. 1847. കേരള സംസ്ഥാനം രൂപം കൊണ്ട തീയതി എന്ന്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബർ 1 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ആണ്. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. 1888. ഇന്ത്യൻ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പ്രതിപാദിക്കുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ എത്രയാണ്? 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെ കുറിച്ചാണ്? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വർത്തമാന പുസ്തകം എന്ന ആദ്യ മലയാള യാത്രാ വിവരണം എഴുതിയത് ആര്? ആദ്യ മലയാള യാത്രാ വിവരണം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം എഴുതിയത് ആരാണ്? പാറേമാക്കൽ തോമാ കത്തനാറാണ്. പാറേമാക്കൽ തോമാ കത്തനാറാണ് വർത്തമാന പുസ്തകം എന്ന മലയാള യാത്രാ വിവരണം, ആദ്യ മലയാള യാത്രാ വിവരണം എഴുതിയത്. വർത്തമാന പുസ്തകം എഴുതിയത് പാറേമാക്കൽ തോമാ കത്തനാർ. നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവൽക്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച മലയാളി ആര്? നാട്ടുരാജ്യ സംയോജനത്തിനായിട്ട് രൂപവൽക്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച മലയാളിയാണ് VP മേനോൻ. VP മേനോൻ. പാർലമെന്റ് ദി ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസാക്കിയ വർഷം? പാർലമെന്റ് ദി ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസാക്കിയ വർഷം 1986 ആണ്. പാർലമെന്റ് ദ ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1986. പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ? പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യറാണ്. നിജാനന്ദ വിലാസം രചിച്ചത് ആര്? നിജാനന്ദ വിലാസം എന്ന കൃതി രചിച്ചത് ആര്? നിജാനന്ദ വിലാസം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. നിജാനന്ദ വിലാസം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. പാളയം സത്യാഗ്രഹം ആരംഭിച്ച തീയതി? പാളയം സത്യാഗ്രഹം 1947 ഡിസംബർ 4 1947 ഡിസംബർ 4 പാളയം സത്യാഗ്രഹം ആരംഭിച്ചത്. 1947 ഡിസംബർ 4. പാളയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാണ്? പാളയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവനാണ്. പാളയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാണ്? C. കേശവൻ. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ പുസ്തകം? പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ പുസ്തകമാണ് സ്തോത്ര മന്ദാരം. സ്തോത്ര മന്ദാരം. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ പുസ്തകമാണ് സ്തോത്ര മന്ദാരം. സ്തോത്ര മന്ദാരം ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ്. ആദ്യത്തെ പുസ്തകമാണ് എന്നതും കൂടി നോട്ട് ചെയ്യുക. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത്? 1744 കൊച്ചിയിലും ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ.
ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിനായിട്ട് 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ്. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു? ബാക്ടീരിയയാണ്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയ. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഡാഷ് ആക്കുന്നു. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും എന്താക്കുന്നു? നീലയാക്കുന്നു. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീലയാക്കുന്നു. ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര്? ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയമാണ് കോസ്മിക് ഇയർ. ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്നത് കോസ്മിക് ഇയർ എന്നാണ്. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്താണ്? ക്ഷീരോൽപ്പന്നങ്ങൾക്ക്, പാലുൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര്? 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. നബാർഡിന്റെ ആസ്ഥാനം? നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി? മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച സംഘടന ഏത്? യോഗക്ഷേമ സഭയാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച സംഘടന ഏത്? യോഗക്ഷേമ സഭ. പ്രകൃത്യാലുള്ള കാന്തം? പ്രകൃത്യാലുള്ള കാന്തമാണ് ലോഡ്സ്റ്റോൺ. പ്രകൃത്യാലുള്ള കാന്തം ലോഡ്സ്റ്റോൺ. പ്രകൃത്യാലുള്ള കാന്തമാണ് ലോഡ്സ്റ്റോൺ. അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ്? അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, എയ്ഡ്സ് എന്നിവയിൽ ബാക്ടീരിയ പരത്തുന്ന രോഗമല്ലാത്തത് ഏത്? ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, എയ്ഡ്സ് എന്നിവയിൽ ബാക്ടീരിയ പരത്തുന്ന രോഗമല്ലാത്തത് ഏതാണ്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് പരത്തുന്നത് നമുക്കറിയാം വൈറസ് ആണ്. ക്ഷയം, കുഷ്ഠം, ടെറ്റനസ് എന്നിവ പരത്തുന്നത് ബാക്ടീരിയ. ലോക എയ്ഡ്സ് ദിനമെന്ന് ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 1 ആണ്. ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 1. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക്? നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ഏകദേശം 130 തവണയാണ്. മിനിറ്റിൽ 130 തവണ. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? മാനസ ചാബല്യം എന്നത് ആരുടെ കൃതിയാണ്? മാനസ ചാബല്യം എന്നത് വാഗ്ഭടാനന്ദന്റെ കൃതിയാണ്. മാനസ ചാബല്യം എന്നത് ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദന്റെ കൃതിയാണ്. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ? മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കോനോലിയാണ്. HV കോനോലി. മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? HV കോനോലി. മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ്? മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആര്? CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ.
അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആര് എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്നത് ആരാണ്? അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടി. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആര്? കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണ്. ആലത്തൂർ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. മാതംഗലീല ഏതു മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? മാതംഗലീല. മാതംഗലീല ആനയെ സംബന്ധിച്ച ഗ്രന്ഥമാണ്. ആന. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കച്ചമണി. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് കഥകളിയിലാണ്. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കഥകളി. പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനം. പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനം. ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആമസോൺ മഴക്കാടുകൾ 9 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? 9 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് ആര്? കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് PK കുഞ്ഞാക്കമ്മയാണ്. PK കുഞ്ഞാക്കമ്മയാണ് കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്ന് അറിയപ്പെടുന്നത്. PK കുഞ്ഞാക്കമ്മ. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെന്റിക്കുലാർ മേഘങ്ങൾ. ലെന്റിക്കുലാർ മേഘങ്ങളാണ് ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. ഇവ സാധാരണയായിട്ട് മലനിരകളുടെ മുകളിൽ രൂപപ്പെടുന്നു. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ഏതാണ്? ലെന്റിക്കുലർ മേഘങ്ങളാണ്. ലെന്റിക്കുലർ മേഘങ്ങൾ സാധാരണമായിട്ട് എവിടെയാണ് രൂപപ്പെടുന്നത്? മലനിരകളുടെ മുകളിലാണ് രൂപപ്പെടുന്നത്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഇരുമ്പ്. ഹേബർ പ്രക്രിയ വഴി നിർമ്മിക്കപ്പെടുന്നത് എന്താണ്? അമോണിയയാണ്. ഹേബർ പ്രക്രിയ വഴി അമോണിയയാണ് നിർമ്മിക്കപ്പെടുന്നത്. ഹേബർ പ്രക്രിയയിലെ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇരുമ്പ്. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ. അൾട്രാസോണിക് തരംഗങ്ങൾ. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ആര്? ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന്റെ വിശദ വിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് 1949 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന്റെ വിശദ വിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് 1949 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ബക്ക് കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ പേര് ബക്ക് കമ്മിറ്റി. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കുന്ന അവസ്ഥ. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് അതിദ്രാവകത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്നത്. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് അതിദ്രാവകത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്നത്. തിരുവിതാംകൂറുമായി മാവേലിക്കര ഉടമ്പടിയിൽ 1753 ഓഗസ്റ്റ് 15 ഒപ്പുവെച്ച യൂറോപ്യൻ ശക്തി. തിരുവിതാംകൂറുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? ഡച്ചുകാരാണ്. 1753 ഓഗസ്റ്റ് 15. ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? നഞ്ചബർവയാണ്. നഞ്ചബർവയെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം ഏതാണ്? പവിഴമാണ്. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം ഏതാണ്? പവിഴം. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന
ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ. ആരതി സാഹയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തകം. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. സ്ഥാപിച്ചത് ആരാണ്? മേധ പട്കർ ആണ്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ്? മേധ പട്കർ. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ്? കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല. വെറ്റിലച്ചോല പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5, 1957 ഏപ്രിൽ 5, 1957 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം എന്താണ്? സോഡിയം സിലിക്കേറ്റ്. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പീൻ ആണ്. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ലൈക്കോപ്പീൻ. ലൈക്കോപ്പീൻ. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതായിരുന്നു? സിംല കരാറാണ്. സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ചതാണ് സിംല കരാർ. 1972 ആണ് ഒപ്പുവെച്ചത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നാണ് സിംല കരാറിൽ ഒപ്പുവെച്ചത്. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമാണ് അവശിഷ്ടാധികാരം. അവശിഷ്ടാധികാരം. 1958 ഒരെണ്ണ സമരം നടന്നത് എവിടെയാണ്? ഒരെണ്ണ സമരം 1958 നടന്നത് കുട്ടനാടാണ്. കുട്ടനാടിലാണ് ഒരെണ്ണ സമരം നടന്നത്. ഒരെണ്ണ സമരം നടന്ന വർഷം ഏതാണ്? 1958. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്, ചതുപ്പ് വാതകം മീഥേൻ ആണ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. വൻകര വിസ്ഥാപനം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? വൻകര വിസ്ഥാപനം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ ആണ്. വൻകര വിസ്ഥാപനം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്നത് ടെക്ടോണിക് ബലങ്ങളാണ്. ടെക്ടോണിക് ബലങ്ങളാണ് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. 1939 മെയ് ദിനം എന്ന കവിത എഴുതിയതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആര്? 1939 മെയ് ദിനം എന്ന കവിത എഴുതിയതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത് R. സുഗതനാണ്. R. സുഗതൻ. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയോനെയാണ്. റാണി ഗൈഡിലിയോനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ. ഏത് തരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ടൈഫോയിഡ് പരത്തുന്നത് ബാക്ടീരിയയാണ്. ടൈഫോയിഡ് പരത്തുന്നത് ബാക്ടീരിയ.
ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഏത് വിഭാഗം വൈറസാണ്? ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഫ്ലാവി വൈറസ് ആണ്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഏത് വിഭാഗം വൈറസാണ്? ഫ്ലാവി വൈറസ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ്. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത്? ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെട്ടത്. DNA യുടെ പൂർണ്ണരൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നതാണ് DNA യുടെ പൂർണ്ണരൂപം. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. അരയ സമാജം സ്ഥാപിച്ചത്? അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907 ആണ്. 1907 പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? റേവ സോളാർ പാർക്ക് മധ്യപ്രദേശിലാണ്. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? മധ്യപ്രദേശ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി വളപട്ടണം പുഴ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട്. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം നവംബർ 30. ഞെള്ളാണി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞെള്ളാണി ഏലമാണ്. ഞെള്ളാണി ഏത് വിളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏലം. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം ജയ്സാൽമീർ ആണ്. രാജസ്ഥാനിലെ ജയ്സാൽമീർ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. മുണ്ടകോപനിഷത്ത്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്. മൈക്രോസ്കോപ്പിൽ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ലെൻസ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പ്രസിഡന്റ് ഭരണം പഞ്ചാബ്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാൻ. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി.
വാളല്ലൻ സമരായുധം, വയലാർ രാമവർമ്മ. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ് നദി, സത്ലജ്, ജലം, ചെനാബ്, രവി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? പഞ്ചനദികൾ ഏതൊക്കെയാണ്? ബിയാസ് നദി, സത്ലജ്, ജലം, ചെനാബ്, രവി. ഈ പഞ്ചനദികൾ ഏതൊക്കെയാണ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പഞ്ചനദികൾ ഏതൊക്കെയാണ്? ബിയാസ്, സത്ലജ്, ജലം, ചെനാബ്, രവി എന്നത് ഏത് നദിയുടെ പോഷക നദികളാണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം? ഇടുക്കി ജില്ല 1972 ആണ്. ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം 1972. ഉപാധികൾക്ക് വിധേയമായി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഉപാധികൾക്ക് വിധേയമായിട്ട് പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം 2ാമത്തെ അനുച്ഛേദമാണ്. 2ാം അനുച്ഛേദം. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 3 ആണ്. അനുച്ഛേദം 3. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ? നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടത് കോത്താരി കമ്മീഷൻ ആണ്. കോത്താരി കമ്മീഷൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.